അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മുടെ ലോകത്ത് ഒരുപാട് കൊലപാതകങ്ങൾ നടന്നുകൊണ്ട് വരികയാണല്ലേ. ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നു വരിക. പക്ഷേ ഇതൊക്കെ അവസാനിക്കണം എന്നുണ്ടെങ്കിലേ ഈ കൊല ചെയ്ത ആളുകൾക്ക് ഒരു കടുത്ത ശിക്ഷ കൊടുത്തിട്ട് അത് മറ്റുള്ളവരറിയണം. എന്നാലാണ് ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ശിക്ഷ എനിക്കും കിട്ടും, അപ്പോൾ ഞാനിത് അതുപോലെ ചെയ്യാതിരിക്കട്ടെ എന്ന് തോന്നുള്ളൂ. ഇത് ആരെങ്കിലും ഒരു കൊലപാതകം ചെയ്ത് പിന്നെ അവരെ വീടിൻ്റെ അവസ്ഥകളും, അവർ വാടകയ്ക്കാണെങ്കിൽ അവർ വാടകയ്ക്കാണെങ്കിൽ അവർക്ക് വീട് കയറ്റി കൊടുക്കട്ടെ, അവരെ ആശ്വസിപ്പിക്കാനൊക്കെ ചെല്ലുമ്പോഴാണ് കൊലപാതകങ്ങൾ കൂടി കൂടി വരുന്നത്. ഇനിയിപ്പോൾ ഒരു മകൻ കൊല ചെയ്തിട്ടുണ്ടാകുന്നുണ്ടെങ്കിലും അവരെ ഉമ്മാക്കും ഉപ്പാക്കും ഒരു വീട് കയറ്റി കൊടുത്താൽ പിന്നെ ആ മകൻ ചെയ്ത കൊലക്ക് എന്തെങ്കിലും ശിക്ഷ കൊടുക്കണ്ട, അത് അവർക്ക് ലാഭം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ ചെറിയ തെറ്റാണെങ്കിലും വലിയ ശിക്ഷ കൊടുക്കാൻ നോക്കുക. ഇന്നത്തെ കാലത്ത് ചെറിയ തെറ്റുകളൊന്നും അല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, വലിയ വലിയ തെറ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്നലെ കണ്ടില്ല, 10 വയസ്സായ കുട്ടി ക്ലാസ്സിലെ ലാസ്റ്റ് ദിവസമായിരുന്നു എന്നിട്ട് അതിനെ കൊന്നെന്ന് പറയണത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടികൾക്കും ഈ കുഞ്ഞു കുഞ്ഞിപ്പോൾ 5, 6 മക്കൾ വളർന്നു വരുമ്പോഴും അവർക്ക് ഇതൊരു പ്രചോദനമായിട്ടാണ് മാറുന്നതേ. ആർക്കും ഒരു കടുത്ത ശിക്ഷ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ കടുത്ത ശിക്ഷ കൊടുക്കണം, എന്നാലാണ് ഇതിനൊക്കെ ഒരു അവസാനം വരുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു ഇതിലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ വിശ്വസിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങുക, നമ്മളെ മക്കളെ പുറത്തിറക്കുക, വീട്ടിൽ പോലും ഇപ്പോൾ നമുക്ക് വിശ്വസിച്ചിട്ടിരിക്കാൻ പറ്റണ്ട. നമ്മളെ മക്കൾ എങ്ങനെ കയറി വരിക, എന്താണ് ഏതാണെന്നുള്ള ആദ്യവും നമുക്ക്. ഇന്നിപ്പോൾ നമ്മളെ മക്കൾ ആരൊക്കെയായിട്ടാണ് കൂട്ടുകൂടുന്നത്, ഇവർക്ക് ആരൊക്കെയാണ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവർ പുറത്ത് പോണ കുട്ടികളാണ്. ഒരു 10-15 വയസ്സായ മക്കളാണെങ്കിൽ പുറത്താവുമല്ലോ, നമുക്ക് ഉള്ളിലിട്ടിട്ട് അടിച്ച് വളർത്താൻ പറ്റുന്ന സ്ഥിതിയല്ലല്ലോ ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതിനും നമുക്കെതിരെ കേസും കോടതിയും പ്രശ്നങ്ങളൊക്കെ വരും. മക്കളെ പീഡിപ്പിക്കുകയാണ്, മക്കളെ അങ്ങനെ ആക്കുകയാണ്, മക്കളെ അങ്ങനെ ആക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ മക്കൾക്കറിയാം. ഇപ്പോൾ മക്കളിനപ്പോൾ നമ്മൾ എന്തെങ്കിലും കൂടുതലായി ഉപദേശിക്കുക, അടിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പോയി കേസ് കൊടുത്താൽ മാതാപിതാക്കൾ കുടുങ്ങുമെന്ന് മക്കൾക്കും അറിയാം. അതുകൊണ്ട് മക്കൾ ആ രീതിയിലും മാതാപിതാക്കളെ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ടാവും. നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ പോയി കേസ് കൊടുക്കുക, അങ്ങനെയും പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെയും ചില ആളുകൾ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ഇതിനൊക്കെ ഒരു കടുത്ത ശിക്ഷ ഇനിയെങ്കിലും നമ്മളെ ഈ ഭരണകൂടം കോടതിയൊക്കെ കൊടുക്കണം. എന്നാലാണ് നമുക്കും നമ്മുടെ മക്കൾക്കും സുരക്ഷിതമായിട്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. പണ്ടുള്ള കാലത്ത് ഒരു സ്വാതന്ത്ര്യം ഇല്ലാതൊക്കെ നമ്മൾ വീട്ടിലും അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ സ്വാതന്ത്ര്യം കൂടിയപ്പോഴും ഇപ്പോൾ ലോകത്ത് ഓരോ പുതിയ യന്ത്രങ്ങളും ഇതൊക്കെ കണ്ടുപിടിച്ചപ്പോഴും ആളുകൾക്ക് കൊലപാതകം ചെയ്യാനും ഇങ്ങനത്തെ ദുഷ്ടത്തരം ചെയ്യാനൊക്കെയുള്ള പ്രേരണ കൂടി.